ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JM Journey. ജയിലർ 2 ജയിലർ 2വിന്റെ അനൗൺസ്മെന്റ് ട്രെയിലർ വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് എവിടെ നോക്കിയാലും എങ്കപ്പത്താലും നീ എന്ന് പറഞ്ഞ പോലെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ജയിലറിന്റെ റീൽസും സ്റ്റാറ്റസുകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ജയിലർ 1 നമ്മളൊക്കെ ഉള്ളിൽ നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാലേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും അതല്ലാതെ വന്നിട്ടുള്ള മറ്റ് ക്യാമിയോ റോൾസ് അടക്കം വന്ന് ഞെട്ടിച്ചിട്ടുള്ള 5 മിനിറ്റിന്റെ ഒരു കഥാപാത്രം പോലും ഞെട്ടിച്ചുള്ള ഒരു സംഭവം. അറിയാത്ത ഒരേ ഒരു കാര്യം, ആരായിരിക്കും വില്ലൻ? പറഞ്ഞു കേൾക്കുന്നത് മമ്മൂക്കയുടെ പേരാണ്. കാരണം ജയിലർ 1ന് വേണ്ടി മമ്മൂക്കയെ വില്ലനായിട്ട് കാണുകയും മമ്മൂക്കയെ വില്ലനായിട്ട് സംസാരിക്കാൻ വേണ്ടി രജനീകാന്തിനോട് പറയുകയും, കാരണം നെൽസൺ രജനീകാന്ത് മമ്മൂക്കയും തമ്മിലൊരു ബന്ധം വെച്ച് മമ്മൂക്ക ഓക്കെ കഥ കേൾക്കാന്ന് പറയുകയും ചെയ്തിരുന്നു. കഥ കേട്ടിരുന്നു, അതെന്താണ് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. പക്ഷെ കഥ കേൾക്കാം ഏൽക്കുകയും ആളെ പറഞ്ഞിട്ട് കഥ കേട്ടോളം സ്റ്റോറി കേൾക്കാം ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 90% അത് ഫിക്സ് ആയതും ആണ് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ പിന്നീട് മമ്മൂക്കേനെ വില്ലനാക്കി വെക്കുമ്പോൾ എങ്ങനെ മമ്മൂക്കേനെ അടിക്കും, മമ്മൂക്കേനെ അടിച്ച് തരിപ്പണമാക്കി താഴെ ഇടും, അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം മമ്മൂക്കേനെ ഈ വിനായകരെ വെച്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ മമ്മൂക്കേനെ വെച്ച് ചെയ്യാൻ കഴിയൂല. കാരണം അത് വലിയ രീതിയിൽ അത് പ്രതിഷേധങ്ങൾക്ക് വരെ കാരണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ മമ്മൂക്കേനെ എന്ത് ചെയ്തില്ല, വില്ലനായിട്ട് ഇവർ പിന്നീട് അത് മാറ്റി. അത് മമ്മൂക്കേനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ഇത് കോംപ്രമൈസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞു. നമുക്ക് ഓക്കെ അത് മനസ്സിലായും ചെയ്തു, ഓക്കെ ഫൈൻ, അത് അവിടെ വിടുകയും ചെയ്തു. പക്ഷെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ജയിലർ 2വിൽ മമ്മൂക്ക വില്ലനായിട്ട് വരും എന്നുള്ള രീതിയിൽ ഭയങ്കര സംസാരം കേൾക്കുന്നുണ്ട്. ഇനി വില്ലനായിട്ട് വന്നില്ലെങ്കിലും ലാലേട്ടൻ വന്നു പോയ ഒരു ക്യാമിയോ റോളിലെങ്കിലും മമ്മൂക്കിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം സിനിമയുടെ വലിപ്പം ഭയങ്കരമായിട്ട് മാറിപ്പോയി. 1ൽ തന്നെ ഭയങ്കര വലിപ്പത്തോടെ വന്നതാണ്. പക്ഷെ 2 എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ്, എക്സ്പെക്ടേഷൻസ്. എന്തായാലും വില്ലൻ മമ്മൂക്ക ആകുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ചർച്ചകൾ നടക്കുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു സംഭവം പറയുന്നില്ല. പക്ഷെ ഇവിടെ മേക്കിംഗ് വീഡിയോ വന്നിട്ടുണ്ട്. ഈ ട്രെയിലർ അനൗൺസ്മെന്റ് ട്രെയിലർ വന്ന പോലെ തന്നെ ഒരു അനൗൺസ്മെന്റ് ടീസർ ആയിരുന്നു കേട്ടോ. അത് വന്ന പോലെ തന്നെ ഒരു 4 മിനിറ്റ് 23 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സാധനമാണ്. வாரத்துக்கு ஏதாவது ஒன்று ரிலீஸ் பண்றீங்க. நமக்கு அப்படியா? கடைசி படம் வந்ததுக்கு அப்புறம் 5 புயல் வந்துருச்சு, ட்ரம்ப் திருப்பி விட்டாரு. எனி டைம் ஓகே 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 ஒரு மாட்டியாச்சு. இல்லையே மட்டும் கால கண்ணாடியில் ഇവന്മാരെ സമ്മതിക്കരുത് കേട്ടോ. ഞാനത് ചിന്തിച്ചാണ് ചോര എങ്ങനെ കയ്യോട്ട് അറിയില്ല. 2 തുള്ളി കറക്റ്റ് ഇവന്മാരെ സമ്മതിക്കണം. ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ അഭിനയം കണ്ടേ. എന്താ ഭംഗിയില്ലേ? நாங்கள் 2 பேரும் இங்கே பண்ணோம். இங்கே பண்ண சரி, நீங்கள் பண்ணி வாயை போத்துக்கிட்டா பண்ணுங்க. പണ്ടൊക്കെ പറഞ്ഞു இது பெட்டா இது Director's actor. அது ரெடி. കൊട പുള്ളിനെ വിളിച്ചേക്കണ കേട്ടോ. வந்து காரோட அந்த இவ்வளோ இருந்தப்போ மாட்டோம். God love you. பாருங்களேன், இது பாயில இருந்து கீழே வந்தது கூட தெரியாம போயினுக்கிறாரு.
பார்த்து வேணா வந்தோடனே எடுத்தீங்க. எடுத்ததுக்கு அப்புறம் அவனுங்க அவங்கள பார்ப்பாங்க. அவங்க இடிச்சாரு அவங்க புல்லட் லோட் பண்ணுவாங்க. ஓகே, அந்த புல்லட் லோட் பண்ண ஷாட் அதுக்கப்புறம் പുള്ളിക്കൊരു കെട്ടറുണ്ട് ഈ ജയിലർ. വീണ്ടും വീണ്ടും പറയുമ്പോൾ ബീസ്റ്റ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു, കാരണം ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിരുന്നല്ലോ ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു, അവരെ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യണോ വേണ്ട രീതിയിൽ അറിയുന്ന ആളുകൾ സ്നേഹം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. പക്ഷെ കളക്ഷൻ ഉണ്ട്, ബീസ്റ്റ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്, വേറെ നഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല, സോ നമുക്ക് ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്തത് വലിയൊരു ഒരു തീരുമാനമായി രജനീകാന്തിന്റെ ലൈഫിൽ തന്നെ. കാരണം വൻ ഹിറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഒരുപാട് കാലം, പക്ഷെ ഇപ്പോഴത്തെ സമയം നോക്കുമ്പോൾ അത്തരത്തിലൊരു ഹിറ്റ് വേറെ സംഭവിച്ചിട്ടില്ല. അമ്മാതിരൊരു പടം. ഇനി ടൂവും കൂടി വരുന്നു. നമ്മൾ ആലോചിക്കേണ്ട 4 മിനിറ്റ് ഒരു വീഡിയോ നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി എത്ര ആളുകളുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്ന സമയത്തല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ എത്ര ആളുകളാണ് വർക്ക് ചെയ്യുന്നത്, ഇവരൊന്നും നമ്മൾ അറിയുന്നില്ല. ജസ്റ്റ് പേര് ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ ചൂന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, ആര് വായിക്കുന്നു, അവിടെ എവിടെയൊക്കെ ഏതെങ്കിലും പേരുകൾ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യും എന്നല്ലാതെ നമ്മളതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ കഷ്ടപ്പാട്, പൈസ കിട്ടിയിട്ടാണെങ്കിൽ പോലും നല്ല കഷ്ടപ്പാടുണ്ട്. മറ്റുള്ള ആളുകൾ പേരെടുക്കുന്നതിന്റെ പകുതി പോലും ഇവർക്ക് എന്താ അർഹിച്ച ഒരു അംഗീകാരം കിട്ടുന്നില്ല. അതൊക്കെ മാറേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. എന്തായാലും 4 മിനിറ്റ് വീഡിയോക്ക് ഇറക്കിയിട്ടുള്ള പൈസയും ഇതൊക്കെ ആലോചിക്കുമ്പോൾ പേടിയുണ്ട്. സത്യത്തിൽ അത്രയും പൈസയാണ് അവർ അതിന് വേണ്ടി ഇറക്കിയിട്ടുള്ളത്, അത്രയും റിസ്ക് അവരെടുത്തിട്ടുണ്ട്. എന്തായാലും സിനിമ വരട്ടെ, പോവാക്കാണ്, എൻജോയ് ചെയ്യുക, ഒരൊറ്റ ചിന്തയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ പറയാനുള്ളത്, വളരെ സിമ്പിൾ ആയിട്ടാണ് നെൽസൺ ഇത് നരേറ്റ് ചെയ്യണത് കാണാൻ നല്ല രസമുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണതേ. അതേപോലെ തന്നെ രജനീകാന്താണ് നിന്ന് കൊടുത്ത് പറയുന്നത്, അതേപോലെ തന്നെ ചെയ്ത് എപ്പോഴും കേട്ടിട്ടുണ്ട് ഡയറക്ടർ ആക്ടറാണ് പറയുന്നത് എന്താ വെച്ചാൽ അത് അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഇപ്പോഴും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടും ആ രീതിയിൽ തന്നെ നിൽക്കുന്നത്. അതുപോലെ ഈ വില്ലന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക തന്നെയാണ് വില്ലനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1.5 പൊളിക്കും സിനിമ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ വില്ലനായിട്ട് വരുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നുകിൽ വില്ലൻ സൈഡിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വലിയ സംഭവമായിട്ട് ഒരു ക്യാമിയോ പോലെ, അല്ലെങ്കിൽ നമ്മുടെ രജനീകാന്തിന്റെ കൂടെ തന്നെയുള്ള ലാലേട്ടനെ കാണിച്ച പോലത്തെ ഒരു സാധനം, അങ്ങനെയൊക്കെയാണെങ്കിൽ അതും പൊളിയായിരിക്കും. അത് നമുക്ക് ആരാധകർക്ക് ആഘോഷിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. ലാലേട്ടനും മമ്മൂക്കും ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് പോനെ ആലോചിക്കാൻ പോലും വയ്യ. സോ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താം. മമ്മൂക്ക വില്ലനാകാൻ സാധ്യത ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം.